ഹലോ കൂട്ടുകാരെ, നമ്മൾ ആദ്യം തന്നെ ഇന്ന് ഹോട്ടലിലേക്കാണ് വന്നത്. അപ്പോൾ ഭക്ഷണം ചോറ് കൊടുക്കുന്ന കുറേ പേരുണ്ട്. കുറേ പേർക്ക് നമ്മൾ പെഡിഗ്രിയാണ് കൊടുക്കുന്നത്. അവർക്ക് ചോറ് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. തിരക്കേറിയ റൂട്ടിലാണ് അവരുള്ളത്. അപ്പം നമ്മളിന്ന് ചോറും മീൻകറിയും മുട്ട പുഴുങ്ങിയതും ചേർത്ത് അടിപൊളി ഊണാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ശോശുവിൻ്റെ അടുത്താണ് പോണത്. ശോശുവിനെ കണ്ടിട്ട് 2 ദിവസമായി. അപ്പോൾ ഒന്ന് മെഡിസിൻ കൊടുക്കേണ്ട ദിവസമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ശോശമ്മയുടെ അടുത്ത് പോവാം. ശോശമ്മ നല്ല സുന്ദരിയായിട്ട് മിടുക്കത്തിയായിട്ട് ഇരിക്കുന്നു. വാലിലൊക്കെ രോമം വന്ന് മുഖത്തൊക്കെ രോമം വന്നിട്ടോ. നമ്മൾ ആദ്യം കാണുമ്പോൾ കുഞ്ഞ് കണ്ണിന് കാഴ്ചയില്ലാതെ രോമെല്ലാം കൊഴിഞ്ഞ് തപ്പിത്തടഞ്ഞ് നടന്ന കുഞ്ഞാണ്. അപ്പോൾ നല്ല മിടുക്കത്തിയായിട്ട് ഇരിക്കുന്നു. പിന്നെ അവിടെ ആരും അവളെ സ്നേഹിക്കുന്നുണ്ട്, ആരും അവളെ കുളിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. അമ്പലത്തിൻ്റെ അവിടെ വരുന്ന ആൾക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ അവൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുളിപ്പിച്ച് കൊടുത്ത ആൾക്ക് എന്തായാലും നന്ദി. കാരണം ഞാൻ കാണുമ്പോൾ അവൾക്ക് ഇത്തിരി മേത്തൊക്കെ അഴുക്കായിട്ടിരിക്കുകയായിരുന്നു. നല്ല മേലൊക്കെ നല്ല ചെളിയൊക്കെ മാറിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അവൾക്ക് മെഡിസിൻ കൊടുക്കേണ്ട ദിവസമാണ്. അപ്പോൾ അവൾക്ക് ചോറ് കൊടുത്താൽ അവൾ കഴിക്കത്തില്ല. പെഡിഗ്രിയാണ് അവൾക്ക് ഇഷ്ടം. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം നമ്മൾ മെഡിസിൻ കൊടുക്കും. അപ്പോൾ ഈ കുഞ്ഞ് പ്രായം ഒത്തിരി ഉണ്ട്. പ്രായം ഒത്തിരി ആയപ്പോഴും ഈ സ്കിന്നിൻ്റെ പ്രോബ്ലം കൊണ്ടും പ്രത്യേകിച്ചും കണ്ണ് കാണാത്ത അവസ്ഥയിൽ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു മഹാപരാധമാണ് നമ്മൾ വളർത്തിയിട്ട്. അതിൻ്റെ എന്ത് തന്നെയായാലും അവൾക്ക് നല്ലൊരു ഇടം കിട്ടി. നല്ലൊരു സേഫായിട്ടുള്ള സ്ഥലത്താണ് അവൾ വന്ന് പെട്ടത്. തുടക്കത്തിൽ ഒരുപാട് വേദന അനുഭവിച്ചു ഈ കുഞ്ഞ്, എങ്കിലും അവൾ രക്ഷപ്പെട്ടു. അപ്പോൾ അതേ അവൾക്ക് ഞാൻ മെഡിസിൻ കൊടുത്താണ്. അപ്പോൾ ചോറിലും ഒരു പിടി ചോറും പെഡിഗ്രിയും ഒക്കെ ചേർത്ത് കുഴച്ച് കൊടുത്തേക്കണം. അപ്പോൾ അത് അവൾ കഴിക്കുന്നുണ്ട്. ചെറിയ തോതിൽ മണമുണ്ട്. അവൾക്ക് സ്കിന്നിൻ്റെ പ്രോബ്ലം വരുമ്പോൾ ഇങ്ങനെ സ്കിന്നിൻ്റെ പ്രോബ്ലം ഉണ്ട്. അപ്പം നിലവിൽ നമ്മൾ മെഡിസിൻ നിർത്താൻ പറ്റത്തില്ല. ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. ഇടയ്ക്ക് അവളിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ചൊറിയുന്നതിൻ്റെ പേരിൽ ചെറിയ സ്മെല്ല് അവരടുത്ത് വരുമ്പോൾ ഉണ്ടാവും. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ പരിസരത്തുള്ളവരൊക്കെ അവൾക്ക് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ കൊടുക്കുന്നുണ്ട്. കുറേ പേര് വെറുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് പേരൊക്കെ അവളെ സ്നേഹിക്കുന്നുണ്ട്. എപ്പോഴും ഫുഡൊക്കെ ചോറൊക്കെ അവിടെ ഇരിക്കുന്ന കാണാറുണ്ട് അവളുടെ അടുത്ത്. പിന്നെ ആരും ഒരാൾ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഏതാണ് കൂട്ടുകാരെ, ശോശനയുടെ അടുത്ത് നിന്ന് കുറച്ചങ്ങോട്ട് മാറി ഞാൻ വണ്ടി നിർത്തിയപ്പോൾ മീട്ട അകലെ നിന്ന് ഓടി വരുന്ന കണ്ട്. പക്ഷേ അവനെ 2 പട്ടികൾ പിന്നാലെ ഓടിച്ചത് ആണ്. അങ്ങനെ ഞാൻ അവരെ ഓടിച്ചു വിട്ടു. പാവം, അവന് കുറേ ദൂരം മാറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഈ പരിസരത്തേക്ക് അവൻ വരാറില്ല. കാരണം ഇവിടുന്ന് ഒരുപാട് മാറിയാണ് ഇവരൊക്കെ ഉള്ളത്. അപ്പോൾ ഇവൻ ഈ പരിസരത്തെ എങ്ങനെയാണ് വന്നതെന്ന് എനിക്കറിയില്ല. നമ്മുടെ മീട്ടു ഏതാ നമ്മുടെ എവിടെയായിരുന്നു നീ മിടുക്കനായില്ല. ആൻറ്റോനെ എത്ര പേരെ അന്വേഷിക്കേണ്ടതെന്ന് അറിയാമോ? ആൻറ്റോനെ അറിയാത്തവർക്ക് വേണ്ടി വളരെ കുഞ്ഞിൽ ഉപേക്ഷിച്ചാണ് അവനെയും അമ്മയെയും 3 കുഞ്ഞുങ്ങളെയും രക്ഷിച്ചതാണ് അവരെ. ആൻറ്റോ 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 ഡാ അപ്പോൾ മോനെ ഒരാൾ മരുന്ന് സഹായിച്ചെങ്കിൽ നമുക്കത് കിട്ടിയില്ല. ഇവിടെ ലഭ്യമല്ല ആ മരുന്ന്. അപ്പോൾ എത്രയും പെട്ടെന്ന് കൊടുക്കണം. ഇപ്പോൾ അവന് കുറവുണ്ട് ഇത്തിരി. അവൻ്റെ വയറൊക്കെ ഒട്ടി കിടക്കാണ് കേട്ടോ. കണ്ടോ? ഞാൻ ഭക്ഷണം കൊടുത്ത് അതേ സമയം തന്നെ വരണം അവന് ഭക്ഷണം കിട്ടണമെങ്കിൽ. അപ്പോൾ നമ്മളിന്ന് അച്ചിങ്ങ ഉപ്പേരിയൊക്കെയാണ് കൊടുത്തത്. അവന് ഭയങ്കര ഇഷ്ടമാണ് അത്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഭയങ്കര ഇഷ്ടമുണ്ട് അത്. ഇവന് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യർ ഭക്ഷണം കഴിക്കുന്ന പോലെ ചോറും കറിയും കൂടി കൂട്ടി കുഴച്ച് ചോറിൽ നല്ലോണം കറി പുരണ്ടിരിക്കണം, എന്നാലും അവൻ കഴിക്കത്തുള്ളൂ. ഭക്ഷണം കഴിച്ച് കുറേ നേരം അവൻ്റെ ഒപ്പം ചിലവഴിച്ചാൽ എനിക്ക് അവിടെ നിന്ന് പോരാൻ പറ്റുള്ളൂ. പെട്ടെന്ന് നമ്മൾ പോന്നാൽ അവൻ നമ്മുടെ വണ്ടിയുടെ പിന്നാലെ പോരും. അപ്പോൾ ഞാൻ വണ്ടി വളരെ സ്ലോയിലെടുത്ത് പതുക്കെ പല സ്ഥലത്തും നിർത്തി അവനോടൊപ്പം ഇത്തിരി നേരമൊക്കെ നിന്നിട്ടാണ് വരാറ്. ഇപ്പോൾ ഈ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഈ കണ്ടൽക്കാടും ചെമ്മീൻ കെട്ടൊക്കെ ഉള്ള സ്ഥലമാണ് അവന് ഉള്ളത്. അപ്പോൾ അവിടെ നമ്മൾ കുറേ നേരം നിൽക്കും. അതിന് ശേഷം നമ്മൾ പോപ്പിമോൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. പോപ്പിമോന് നമുക്ക് മരുന്ന് കൊടുക്കേണ്ടതുണ്ട്, വിരയ്ക്കുള്ളത്. അപ്പോൾ അതും നമ്മൾ കൊടുത്തിട്ടുണ്ട്. വല്ലാത്തൊരു ക്ഷീണമാണ് ഈ കുഞ്ഞിന്. നമ്മളെ ബ്ലാക്കുവിനും നമുക്ക് മരുന്ന് കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല. അവരൊന്നും ചോറ് കഴിക്കത്തില്ല ബ്ലാക്കൊന്നും. പെഡിഗ്രിയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സഹായിക്കണം. പിന്നെ എല്ലാവരും ഇവരെ സ്നേഹിക്കുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും